ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡ് മൊഡ്യൂളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ തീർത്തത് ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഫോർത്ത് മൊഡ്യൂളായിരുന്നു. ഇനി നമ്മൾ തേർഡ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക വീഡിയോസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂൾ കുറച്ച് ടഫ് തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒക്കെ പുതിയ കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന കാര്യങ്ങളല്ല ഈ മൊഡ്യൂളിൽ പറയുന്നതൊന്നും. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലോണം ശ്രമിക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ പറയാൻ പോകുന്നത് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് ആണ്. സ്റ്റോറേജ് ഹെഡ് വർക്ക്സിൻ്റെ അല്ലെങ്കിൽ സ്റ്റോറേജ് ഹെഡ് വർക്ക്സിനെ കുറിച്ചുള്ള ഒരു ഓൾ ടുഗദർ ഇൻട്രൊഡക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതിലെ ചില പോർഷൻസ്, 1-2 പോർഷൻസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പക്ഷെ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നിച്ചങ്ങ് എടുത്തിട്ട് ഈ ഒരു പാർട്ട് 1 എല്ലാം ഒന്നിച്ചങ്ങ് ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട പോർഷന് ഞാൻ വേറെ പാർട്ട് 2 പാർട്ട് 3 ഒക്കെ ആയിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ഹെഡ് വർക്ക്സ് എന്ന് പറയുന്ന ഈ ഒരു മൊഡ്യൂളിലോട്ട് കിടക്കാം. ഇനി നമ്മളിതിൽ സ്റ്റോറേജ് ഹെഡ് വർക്ക്സിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ മൊഡ്യൂളിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാംസ്. അതിൽ ഇമ്പോർട്ടൻറ്റ് ഡാമുകൾ ഏതൊക്കെയാണ്, ഡാമിൻ്റെ കമ്പണൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഡാംസ് യൂസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഡാംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള എന്താണ് ഗുണമുള്ളത്, ഇതിൻ്റെ എലമെൻ്ററി പ്രൊഫൈൽസ് എന്തൊക്കെയാണ്, പ്രാക്ടിക്കൽ പ്രൊഫൈൽസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് യു മീൻ ബൈ ഡാം? ഡാം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്. അതായത് വാട്ടർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സാധാരണ ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ ഡാം എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് സ്ട്രക്ചറാണ്. ദെൻ അടുത്തത് ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഡാം എന്ന് പറയുന്നത് ഒരു സോളിഡ് ഇംപെർവിയസ് അല്ലെങ്കിൽ ഫെയർലി ഇംപെർവിയസ്, നമുക്ക് ഫുള്ളായിട്ട് അത് എന്താ പറയുക, പെർവിയസ് ആണ് അല്ലെങ്കിൽ ഇംപെർവിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ചെറുതായി അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഇംപെർവിയസ് ആയിട്ടുള്ള ബാരിയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ട്രക്ചറാണ് എന്ത് പറയുന്നത്, ഡാം എന്ന് പറയുന്നത്. ക്ലിയർ? വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ വാട്ടർ ഇൻ ഇറ്റ്സ് അപ്സ്ട്രീം സൈഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഡാമിന് ഒരു അപ്സ്ട്രീം സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഡൗൺ സ്ട്രീം സൈഡും ഉണ്ട് എന്നാണ് അതിനർത്ഥം. ഓക്കെ, ദെൻ നമ്മൾ പറയുന്നത് ഈ ഓരോ ഡാമിനും എന്താണ്, ഒരു റിസർവോയർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ റിസർവോയർ ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ, ഒരു റിസർവോയർ ഫോം ചെയ്യുന്നത് ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിസർവോയർസ്, ഞാൻ ഒരു ഫിഗർ കാണിച്ചു തരാം. ഡാമിൻ്റെ റിസർവോയറും സ്ട്രീമും അപ് സ്ട്രീമും ഡൗൺ സ്ട്രീമും ഒക്കെ എവിടെ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ക്ലിയർ ആവും. ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യം കേൾക്കുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, വാട്ടർ ഇൻ ദ റിസർവോയർസ് യൂട്ടിലൈസ്ഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഡാമിൽ ഉള്ള റിസർവോയറിലുള്ള വാട്ടറാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമുക്ക് എന്ത് പേർപ്പസിനാണോ വേണ്ടത് അതിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡാമിന് നമ്മൾ ഡെഫിനിഷൻസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ഈസ് എ സോളിഡ് ബാരിയർ കൺസ്ട്രക്റ്റഡ് അറ്റ് എ സ്യൂട്ടബിൾ ലൊക്കേഷൻ അക്രോസ് എ റിവർ വാലി ടു സ്റ്റോർ ഫ്ലോയിങ് വാട്ടർ. ഓക്കെ, ഫ്ലോയിങ് വാട്ടർ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ അറേഞ്ച്മെൻറ്റ് മെയ്ഡ് ഫോർ സിസ്റ്റമാറ്റിക് കൺട്രോൾ ഓഫ് വാട്ടർ ഫ്ലോ ഫോർ ബെറ്റർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ വാട്ടർ. അപ്പോൾ അവൈലബിൾ വാട്ടറിൻ്റെ ബെറ്റർ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ്. അടുത്ത എന്താണ്, ഹ്യൂമാനിറ്റി കൺട്രോൾ ഓവർ നാച്ചുറൽ റിസോഴ്സസ്. ഹ്യൂമാനിറ്റി കൺട്രോൾ ഓവർ നാച്ചുറൽ റിസോഴ്സസിലുള്ള ഒരു ഹ്യൂമൻസിൻ്റെ ഒരു കൺട്രോൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഡാമിനെ പറയാൻ കഴിയും. ഓക്കെ, അടുത്തത് സം പർപ്പസസ് ഓഫ് ഡാം. വാട്ട് ആർ ദ പർപ്പസസ് ഓഫ് ഡാം? ഡാമിന് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഡ്രിങ്കിങ് വാട്ടറിന്, ദെൻ ഇറിഗേഷൻ പർപ്പസിന്, ദെൻ ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഹൈഡ്രോ പവറായിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി, നാവിഗേഷൻ, ദെൻ റിക്രിയേഷണൽ പർപ്പസസ്. ദീസ് ആർ ദ പർപ്പസസ് ഓഫ് ഡാം. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡാമിൻ്റെ ഫിഗർ വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഇതിൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി. ഈ ഫിഗറിനകത്ത് കാണിച്ചേക്കുന്നത് കുറച്ച് അല്ലെങ്കിൽ ഒരു ഡാമിൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചേക്കുന്നത്. ഇതാണ് നമ്മളെ ഡാം. ഈ കാണിച്ചേക്കുന്ന സ്ട്രക്ചറാണ് നമ്മളെ ഡാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാമിനകത്ത് ഇതുവഴിയാണ് സ്ട്രീം വരുന്നത്, അതായത് നമ്മളെ വാട്ടർ ക്യാരിയിങ് ആയിട്ടുള്ള സംഭവം വരുന്നത്. അപ്പോൾ ഈ സ്ട്രീം വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനെ നമ്മൾ റിസർവോയർ എന്ന് വിളിക്കും. കാരണം എന്താണ്, ഇവിടെയാണ് ഈ ഡാമിലോട്ടുള്ള വാട്ടർ സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഡാമിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഇത്രയും പോർഷൻ ഉണ്ടാവുമല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യും, വാട്ടർ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള തുളുമ്പി വരിക, മീൻസ് ഓവർഫ്ലോ ആയിട്ട് വരിക. ആ ഭാഗത്തിനെ നമ്മൾ സ്പിൽവേ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഡാമിൻ്റെ ഇത്രയും പോർഷൻ, നിങ്ങൾ ഈ കാണുന്ന നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്ത് ഇത്രയും പോർഷനെ നമ്മൾ ഡാം ബോഡി എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ ഇതുവഴി വാട്ടർ ഫ്ലോ ചെയ്ത് ഇങ്ങനെ പോയി കഴിയുന്ന ഈ ഒരു പോർഷനെ നമ്മൾ ഡൗൺ സ്ട്രീം സൈഡ് എന്ന് പറയും. ഒബ്വിയസ്ലി ഈ പോർഷനെ നമ്മൾ അപ്സ്ട്രീം സൈഡ് എന്ന് പറയും. ക്ലിയർ? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നിന്ന് ഏകദേശം ഡാം എന്നൊരു കൺസെപ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ക്ലിയർ? ദെൻ അടുത്തത് സം ടൈപ്സ് ഓഫ് ഡാംസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? അക്കോർഡിംഗ് ടു യൂസ്, ദെൻ ഹൈഡ്രോളിക് ഡിസൈൻ, ദെൻ ബൈ മെറ്റീരിയൽസ്, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ബൈ മോഡ് ഓഫ് സ്റ്റെബിലിറ്റി, അതിൻ്റെ സ്റ്റെബിലിറ്റി ബേസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അക്കോർഡിംഗ് ടു യൂസ് നോക്കാം. എന്താണ് സ്റ്റോറേജ് ഡാം? സ്റ്റോറേജ് പേർപ്പസിനായിരിക്കും യൂസ് ചെയ്യുന്നത്. ഡൈവേർഷൻ ഡാം, ദെൻ ഡിറ്റൻഷൻ ഡാം. അടുത്തതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തതെന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ബൈ ഹൈഡ്രോളിക് ഡിസൈൻ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബൈ ഹൈഡ്രോളിക് ഡിസൈൻ ആകുമ്പോൾ ഓവർഫ്ലോ ഡാമും ഉണ്ടാവും, നോൺ ഓവർഫ്ലോ ഡാമും ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ബൈ മെറ്റീരിയൽസ് ആണ്. അതായത് റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഡാമിനെ റിജിഡ് ഡാം എന്നും, നോൺ റിജിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തുണ്ടാക്കുന്ന ഡാമിനെ നോൺ റിജിഡ് ഡാം എന്ന് പറയും. അടുത്ത ക്ലാസിഫിക്കേഷൻ ബൈ മോഡ് ഓഫ് സ്റ്റെബിലിറ്റി, അതായത് ഗ്രാവിറ്റിയുടെ ഒരു ഇതുകൊണ്ട് മാത്രം സ്റ്റേബിളായി നിൽക്കുന്നതിന് ഗ്രാവിറ്റി ഡാം എന്നും, അതല്ലാതെ നിൽക്കുന്നതിനെ നമ്മൾ നോൺ ഗ്രാവിറ്റി ഡാം എന്നും പറയും. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യൂസിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോറേജ് ഡാമും ഡൈവേർഷൻ ഡാമും ഡിറ്റൻഷൻ ഡാമും ആയിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ? ഇതിനകത്ത് സ്റ്റോറേജ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റഡ് ടു സ്റ്റോർ വാട്ടർ ഡ്യൂറിങ് ദ റെയിനി സീസൺ. ഓക്കെ, അപ്പോൾ റെയിനി സീസണിലാണ് നമുക്ക് ആവശ്യം വരിക. എന്ന് വെച്ചാൽ ഈ വാട്ടർ സ്റ്റോർ ചെയ്യേണ്ട കഴിയുള്ളൂ. അപ്പോൾ വെൻ വാട്ടർ ഈസ് അവൈലബിൾ ഇൻ ദ റിവർ, വാട്ടർ റിവറിൽ അവൈലബിൾ ആവുന്ന കണ്ടീഷനിൽ റിലീസ്ഡ് ഗ്രാജുവലി ഫോർ ഇൻറ്റൻറ്റഡ് പർപ്പസ്, അതെന്ത് ചെയ്യും, ഈ സ്റ്റോറേജ് ഡാമിൽ നിന്ന് നമുക്ക് കുറച്ചായിട്ട് ആ സ്റ്റോർ ചെയ്ത വാട്ടറിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ദേ മേ സ്റ്റോർ വാട്ടർ ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ, ഇറിഗേഷൻ ഓർ ഫോർ വാട്ടർ സപ്ലൈ. അപ്പോൾ എന്തിനൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷന്, ഇറിഗേഷന്, അതേപോലെ വാട്ടർ സപ്ലൈക്ക്. ദെൻ അടുത്തത് ഡൈവേർഷൻ ഡാം. എന്താണ് ഡൈവേർഷൻ ഡാം? യൂസ്ഡ് ടു റേസ് വാട്ടർ ലെവൽ ആൻഡ് ഡൈവേർട്ട് വാട്ടർ ലെവൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും വാട്ടറിനെ ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടും നമ്മൾ ഡൈവേർഷൻ ഡാംസ് യൂസ് ചെയ്യും. പിന്നെ അടുത്തത് എന്താണ്? നോ റിസർവോയർ ഈസ് ഫോംഡ്, റിസർവോയർ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ സ്റ്റോറേജ് ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റോറേജ് തന്നെ ഉണ്ടായില്ല എന്ന് വരും ഡൈവേർഷൻ ഡാമിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഡിറ്റൻഷൻ ഡാം. വാട്ട് ഈസ് ഡിറ്റൻഷൻ ഡാം? ഡിറ്റൻഷൻ ഡാം എന്ന് പറയുന്നത് ഫ്ലഡ് മിറ്റിഗേഷൻ ആണ് അവിടെ ഉണ്ടാവുക. മീൻസ് നമുക്ക് ഫ്ലഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ഫ്ലഡിൻ്റെ അളവ് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റൻഷൻ ഡാം യൂസ് ചെയ്യുന്നത്. സ്റ്റോഴ്സ് വാട്ടർ ഇൻ ദ ടൈം ഓഫ് ഫ്ലഡ് ആൻഡ് റിലീസ്ഡ് ആഫ്റ്റർ ഫ്ലഡ് അറ്റ് എ സേഫ് റേറ്റ്. ഫ്ലഡിൻ്റെ സമയത്ത് അവിടെ വാട്ടർ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കും, അതിനുശേഷം എന്ത് ചെയ്യും, പതിയെ റിലീസ് ചെയ്യും. അനദർ ടൈപ്പ് അലൗസ് വാട്ടർ ടു എൻ്റർ സ്ലോലി ടു ദ ഗ്രൗണ്ട് വാട്ടർ. പിന്നെന്താണ്, നമ്മൾ ഗ്രൗണ്ട് വാട്ടറിലോട്ട് പതിയെ ഫ്ലഡ് കഴിഞ്ഞതിന് ശേഷം വാട്ടർ റിലീസ് ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു യൂസ് ഓഫ് ഡാം. ഓക്കെ, ദെൻ അടുത്തത് ടൈപ്സ് ഓഫ് ഡാം ബൈ ക്ലാസിഫിക്കേഷൻ ബൈ ഹൈഡ്രോളിക് ഡിസൈൻ ആണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയ പോയിൻറ്റ്സ് ആക്കിയിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത്
പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ വേണം ഈ പോയിൻറ്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡിസൈൻ ടു ക്യാരി സർപ്ലസ് ഡിസ്ചാർജ്. എന്ത്? ഓവർഫ്ലോ ഡാം. നോൺ ഓവർഫ്ലോ ഡാമോ? ടോപ്പ് ഓഫ് ദ ഡാം കെപ്റ്റ് ഹയർ ദാൻ മാക്സിമം എക്സ്പെക്റ്റഡ് ഹൈ ഫ്ലഡ് ലെവൽ. ഓക്കെ, അപ്പോൾ മാക്സിമം എക്സ്പെക്റ്റഡ് ഹൈ ഫ്ലഡ് ലെവലിലാണ് എന്ത് ചെയ്യുക? ഡാമിൻ്റെ ടോപ്പ് ഉണ്ടാവുക. അടുത്തെന്താണ്? ഓവർഫ്ലോ ഡാമിൽ ക്രസ്റ്റ് ഈസ് ലോവർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ. ഹൈ ഫ്ലഡ് ലെവലിനേക്കാളും താഴെ ആയിരിക്കും ക്രസ്റ്റ് ഉണ്ടാവുക. പിന്നെന്താണ്? യൂസ്ഡ് അലോങ് വിത്ത് നോൺ ഓവർഫ്ലോ ഡാം ആസ് സ്പിൽവേ സെക്ഷൻ. നമുക്കിത് പിന്നെ നമ്മളെ നോൺ ഓവർഫ്ലോ ഡാമിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ കഴിയും. അടുത്തെന്താണ്? വാട്ടർ നോട്ട് പെർമിറ്റഡ് ടു ഓവർ ടോപ്പ് ദം. വാട്ടർ എന്തിനാ ഓവർ ടോപ്പ് ചെയ്യാൻ ഇതിലെന്ത് ചെയ്യുന്നില്ല? പെർമിറ്റ് ചെയ്യുന്നില്ല. ദിസ് ആർ ദ ക്ലാസിഫിക്കേഷൻ ബൈ ഹൈഡ്രോളിക് ഡിസൈൻ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ടൈപ്പ് ഓഫ് ഡാം ബൈ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പറഞ്ഞു റിജിഡ് ഡാം ഉണ്ട്, അതുപോലെ തന്നെ നോൺ റിജിഡ് ഡാം ഉണ്ട്. റിജിഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി റിജിഡ് മെറ്റീരിയൽ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. നോൺ റിജിഡ് ഡാം ആണെങ്കിൽ ഒബ്വിയസ്ലി നോൺ റിജിഡ് മെറ്റീരിയൽ കൊണ്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. സോളിഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം, പിന്നെ ആർച്ച്ഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഡാം, കോൺക്രീറ്റ് ബട്ടർസ് ഡാം, സ്റ്റീൽ ഡാം, ടിമ്പർ ഡാം. ഇതൊക്കെ എന്തിലാണ് വരിക? റിജിഡ് ഡാമിലാണ് വരിക. അതേപോലെ തന്നെ നോൺ റിജിഡ് ഡാമിൽ വരുന്നതാണ് എർത്ത് ആൻഡ് ഡാം, റോക്ക് ഫിൽ ഡാം, കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാം. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് ഡാം എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, റിജിഡ് ഡാമും നോൺ റിജിഡ് ഡാമും. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ഡാം അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഡാമുകളാണ് ഗ്രാവിറ്റി ഡാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഗ്രാവിറ്റി ഡാം ക്ലാസിഫിക്കേഷൻ ബൈ മോഡ് ഓഫ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഡാമിൻ്റെ സെൽഫ് വെയിറ്റ് ഒരു മേജർ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കാം. അതേപോലെ തന്നെ സ്റ്റെബിലൈസസ് അഗെയിൻസ്റ്റ് മൊബിലൈസിങ് ഫോഴ്സ് യൂസിങ് നോൺ ഗ്രാവിറ്റി മെത്തേഡ്സ് ആണെങ്കിൽ അതിനെ നമുക്ക് നോൺ ഗ്രാവിറ്റി ഡാം എന്ന് വിളിക്കാം. നെക്സ്റ്റ്, ഗ്രാവിറ്റി ഡാം എന്ന് പറയുമ്പോൾ സോളിഡ് മേസൺറി ഓർ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ആയിരിക്കും. അതേപോലെ തന്നെ നോൺ ഗ്രാവിറ്റി ഡാം ആണെന്നുണ്ടെങ്കിൽ അത് ആർച്ച് ഡാം. ആർച്ച് ഡാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആർച്ച് ഡാം ഒക്കെ നോൺ ഗ്രാവിറ്റി ഡാമിലാണ് വരിക. അതെങ്ങനെയാണ്? ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൈ ആർച്ച് ആക്ഷൻ വഴിയാണ്. ഓക്കെ, ഇനി ഗ്രാവിറ്റി ഡാമിൽ വരുന്നതാണ് എർത്ത് ഡാം. എർത്ത് ഡാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൊരു ഭാഗമാണ്. അത് ഗ്രാവിറ്റി ഡാമിലാണ് വരുന്നത്. ഇനി റോക്ക് ഫിൽ ഡാം, കമ്പൈൻഡ് എർത്ത് ആൻഡ് റോക്ക് ഫിൽ ഡാം. ഇതിൽ പിന്നെ ബട്ടർസ് ഡാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ടർസ് ഡാം എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല നമുക്ക്. ലോ ട്രാൻസ്പോർട്ട് സപ്പോർട്ടിംഗ് ബട്ടർസസ്, സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ബട്ടർസസിലോട്ട് ലോഡ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഗ്രാവിറ്റി ഡാംസിനെയാണ് നമ്മൾ നോൺ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഞാനൊരു ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അത് ഒരു ഗ്രാവിറ്റി ഡാമിനെ കാണിച്ചു തരുന്ന ഫിഗറാണ് ഇത്. ഈ ടൈപ്പിലുള്ള ഡാംസിനൊക്കെ നമ്മൾ ഗ്രാവിറ്റി ഡാമാണെന്ന് പറയാം. ഇതിൽ ദീസ് ഡാംസ് ആർ ഹെവി ആൻഡ് മാസീവ് വാൾ ലൈക്ക് സ്ട്രക്ചർ. നമ്മൾ ഭയങ്കര മാസീവ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹോൾ വെയിറ്റ് വേർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും പോകുന്നുണ്ടാവുക. വേർട്ടിക്കലി ഡൗൺവേർഡാണ് ഇതിൻ്റെ ഹോൾ വെയിറ്റ് പോകുന്നുണ്ടാവുക. അപ്പോൾ ഡാം ഇങ്ങനെ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾ വെയിറ്റ് ഇങ്ങനെ വേർട്ടിക്കലി ഡൗൺവേർഡ് പോകും. ഓക്കെ, അതാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സ്ട്രക്ചർ ഓഫ് ഗ്രാവിറ്റി ഡാമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പഠിക്കുക ഈ ഒരു പോർഷൻ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇതൊരു ഗ്രാവിറ്റി ഡാമിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ അപ്പ് സ്ട്രീം എന്ന് പറയും, ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയും. ക്ലിയർ? ഇനി ഇത് വാട്ടറിൻ്റെ മാക്സിമം ലെവലും ഇത് വാട്ടറിൻ്റെ നോർമൽ ലെവലുമാണ്. ക്ലിയർ? ഈ മാക്സിമം ലെവലും നോർമൽ ലെവലും തമ്മിലുള്ള ഈ ഒരു ഡിഫറൻസിനെ നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയും. എന്താ വിളിക്കുക? ഫ്രീ ബോർഡ്. ഇനി ഇവിടെ ഒരു പോർഷനുണ്ട്, ഗാലറി എന്നാണ് വിളിക്കുന്നത്. ഈ ഗാലറി എന്നുള്ള പോർഷന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ആ പോർഷൻ ഞാൻ വേറൊരു സ്ലൈഡ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഈ ഡാമിൻ്റെ ഈ താഴ്ഭാഗത്ത് ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹീൽ. അതുപോലെ തന്നെ ഈ എൻഡിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടോ. ക്ലിയർ? ഇനി ഇതിൻ്റെ സ്ലൂയിസ് വേ ആണ്, വാട്ടർ പാസ് ചെയ്യുന്ന സ്ലൂയിസ് വേ ആണ്. ഇത് സ്പിൽ വേ ആണ്, അതായത് വാട്ടർ ഓവർഫ്ലോ ചെയ്ത് വരുന്ന സ്പിൽ വേ ആണിത്. ഓക്കെ, പിന്നെ മുകളിൽ കാണിച്ചേക്കുന്ന ക്രസ്റ്റാണ്, അതായത് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോർഷനാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് ഒരു
ഗ്രാവിറ്റി ഡാമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ബട്ട്രസ് ഡാമാണ്. ബട്ട്രസ് ഡാം നമ്മൾ പറഞ്ഞൊരു നോൺ ഗ്രാവിറ്റി ഡാമിനാണ് നമ്മൾ നോൺ ഗ്രാവിറ്റി ഡാമിൻ്റെ ഒരു ടൈപ്പാണ് ഈ ബട്ട്രസ് ഡാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ഗ്രാവിറ്റി ഡാം റെയിൻഫോഴ്സ്ഡ് ബൈ സ്ട്രക്ചറൽ സപ്പോർട്ട്സ്. പിന്നെന്താണ്, എ സപ്പോർട്ട് ദാറ്റ് ട്രാൻസ്മിറ്റ് ഫോഴ്സ് ഫ്രം എ റൂഫ് ഓർ വോൾ ടു അനദർ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. അതായത് ഇപ്പോൾ ഇവിടെ കണ്ട നിങ്ങൾ ഓരോ പോർഷൻസ് കണ്ടില്ലേ. അപ്പോൾ ബട്ടർ സപ്പോർട്ട് ദ ട്രാൻസ്മിറ്റ് എ ഫോഴ്സ് ഫ്രം എ റൂഫ് ഓർ വോൾ ടു അനദർ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ വരുന്നതിന് നമ്മൾ നോൺ ഗ്രാവിറ്റി ഡാം എന്നാണ് പറയുക. ക്ലിയർ? അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഈ കാണിച്ചേക്കുന്നതും ഒരു ടൈപ്പ് ഓഫ് ബട്ട്രസ് ഡാമാണ്. ഇത് കാണാൻ ബട്ട്രസ് ഡാമിൻ്റെ ഒരു നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ അടുത്തത് പറയുന്നത് ആർച്ച് ഡാമാണ്. ആർച്ച് ഡാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ആർച്ച് ഡാം അറിഞ്ഞിരുന്നാൽ മതി എന്താണ് എന്നുള്ളത്. സ്ട്രോങ് റോക്ക് അബറ്റ്മെൻറ്റ്സ് ഇൻ എ നാരോ വാലി. ഇപ്പോൾ ഇതൊരു നാരോ ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം ചാടുന്നുണ്ടാവും. അപ്പോൾ എന്താണ്, ഇങ്ങനത്തെ ഭാഗങ്ങളിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുക ഈ ഷേപ്പിലായിരിക്കും ഈ ഡാം ഉണ്ടാവുക. അതിനെ നമ്മൾ ആർച്ച് ഡാം എന്നാണ് പറയുക. അപ്പോൾ സ്ട്രോങ് റോക്ക് അബറ്റ്മെൻറ്റ് ഇൻ എ നാരോ വാലി ഈസ് നോൺ ആസ് ആർച്ച് ഡാം. ക്ലിയർ? ദെൻ അടുത്തത് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഡാം ഒരു സൈറ്റിൽ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ള പ്ലേസസ് ആണ് നമ്മളൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ദാറ്റ് ഈസ് സൈറ്റ് സെലക്ഷൻ. അപ്പോൾ ഫാക്ടേഴ്സ് ഗവേണിംഗ് സൈറ്റ് സെലക്ഷൻസ് ഈസ് ഫൗണ്ടേഷൻ കണ്ടീഷന് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫൗണ്ടേഷൻ അത്ര ഉറപ്പില്ലാത്ത ഫൗണ്ടേഷനാണ് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഡാം പോലുള്ള ഒരു മാസീവ് സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ദെൻ അടുത്തത് ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ അവിടുത്തെ എർത്തിൻ്റെ ടോപ്പോഗ്രഫി. ചില ഭാഗത്ത് നമ്മൾ ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് എർത്ത് എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും. ആ എക്സ്കവേഷനെ അഫോർഡ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒരു ഏരിയ ആണ് അത് എന്നുണ്ടെങ്കിൽ അവിടെ എർത്ത് ക്വേക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പോഗ്രഫിയും എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നെക്സ്റ്റ് വൺ ഈ സൈറ്റ് ഫോർ സ്പിൽവേ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു അപ്സ്ട്രീം സൈഡും ഒരു ഡൗൺ സ്ട്രീം സൈഡും ഉണ്ടാവും. അപ്പോൾ ഈ അപ്സ്ട്രീം സൈഡിൽ നിന്നുള്ള വെള്ളം ഡൗൺ സ്ട്രീം സൈഡിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു പൊങ്ങിയും താന്നും നിൽക്കുന്ന ഒരു സ്ട്രീമിങ് കണ്ടീഷൻ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ്, സ്പിൽവേൻ്റെ ഒരു സൈറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ അവൈലബിലിറ്റി. നമ്മൾ എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴും അതൊരു ഡാമായിട്ടല്ല, ഒരു ബ്രിഡ്ജ് ആയിക്കോട്ടെ, ഒരു ബിൽഡിംഗ് ആയിക്കോട്ടെ, എന്ത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണോ, അതൊക്കെ നമ്മളെ എക്കണോമിക്കലാണോ അത് എന്നുള്ളതൊക്കെ നമ്മളെ എന്തിനെ ബാധിക്കും, ഇതിൻ്റെ കൺസ്ട്രക്ഷനെ ബാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് റിസർവോയർ കപ്പാസിറ്റി. ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് വാട്ടർ യൂസേജ് ആണ്. ആ വാട്ടർ യൂസേജിനുള്ള വാട്ടർ സ്റ്റോർ ചെയ്യുന്ന റിസർവോയറിലാണ്. ഈ റിസർവോയറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് സൈറ്റ് സെലക്ഷനെ ബാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ, ദെൻ ഹെൽത്തി ലൊക്കാലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സൈറ്റ് സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനി സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ ഡാം കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡാമിനായിട്ടല്ല എന്ത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടായാലും സൈറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന റെക്കനസൻസ് സർവേ ചെയ്യും, പ്രിലിമിനറി സർവേ ചെയ്യും, ഡീറ്റെയിൽഡ് സർവേ ചെയ്യും. അതിൽ റെക്കനസൻസ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ, ടോപ്പോഗ്രഫി നോക്കുക, അവിടെ പ്രീവിയസ് ആയിട്ട് ഹെവി സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ വക കാര്യങ്ങൾ നോക്കുന്നതൊക്കെ എന്തിലാണ് വരിക, റെക്കനസൻസ് സർവേയിലാണ് വരിക. നെക്സ്റ്റ് വണ് പ്രിലിമിനറി സർവേ. ഈ പ്രിലിമിനറി സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഭാഗത്തൊരു കൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ആദ്യമായി നമ്മൾ ചെയ്യുന്ന എല്ലാ സർവേസും
പ്രിലിമിനറി സർവേ ആണ്. അത് എഞ്ചിനീയറിംഗ് സർവേ ആകാം, ജിയോളജിക്കൽ സർവേ ആകാം, ഹൈഡ്രോളിക് സർവേ ആകാം. എഞ്ചിനീയറിംഗ് സർവേയിൽ വരിക മെയിൻലി ബിൽഡിംഗ് കൺസ്ട്രക്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ജിയോളജിക്കൽ സർവേയിൽ എന്താ വരിക, അവിടുത്തെ എർത്ത് കണ്ടീഷന്, ടോപ്പോഗ്രഫിക് ആയിരിക്കും. ഹൈഡ്രോളജിക്കൽ സർവേയിൽ എന്താ വരിക, അത് വെള്ളം കിട്ടുന്ന ഭാഗമാണോ, അവിടെ വെള്ളം ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ വാട്ടറിൻ്റെ സ്കാർസിറ്റി ഉണ്ടാകുന്ന ഭാഗമാണോ, ഇതൊക്കെയാണ് എന്തിൽ വരിക, ഹൈഡ്രോളിക് സർവേസിൽ വരിക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനിൽ എന്താണ്, നമ്മൾ അവിടെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ വഴി നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതും എന്താണ്, ഒരു ഡാം കൺസ്ട്രക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത്ര ചുരുക്കിയല്ല, അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സാം ചോദിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ കഴിയണം. ഓക്കെ, ദെൻ അടുത്തത് ഇവാപ്പറേഷൻ ലോസസ് ഇൻ റിസർവോയർ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒബ്വിയസ്ലി ഒരു റിസർവോയർ ഉണ്ടാവുന്നുണ്ട്. ഈ റിസർവോയറിലുള്ള വാട്ടറിന് ലോസ് സംഭവിക്കാം. എങ്ങനെയെല്ലാം, ലോസ് ഇൻ റിസർവോയർ ആർ മെയിൻലി ഡ്യൂ ടു എവാപ്പറേഷൻ ആൻഡ് സീപ്പേജ്. വാട്ടർ എവാപ്പറേറ്റ് ആയി പോവാം. ദെൻ സീപ്പേജ് എന്താണ്, ഈ കൺസ്ട്രക്റ്റ് ചെയ്ത ഡാമിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ വിടവുകൾ ഉണ്ടെങ്കിൽ അതുവഴിയൊക്കെ വെള്ളം ലീക്കായി പോവാം. അവിടെ എന്താണ്, വാട്ടർ ലോസ് സംഭവിക്കും. അടുത്ത എന്താണ്, ഡെപ്ത് ഓഫ് വാട്ടർ എവാപ്പറേറ്റഡ് പെർ ഇയർ ഫ്രം ദ റിസർവോയർ സർഫസ് മേ വേരി ഫ്രം about 400 mm in cool and humid climate to more than 2500 mm in hot and arid regions. അതായത് ഇപ്പോൾ 400 mm മുതൽ 2500 mm വരെ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇയർലി ഇതിൽ വാട്ടറിൽ ഇവാപ്പറേഷൻ ലോസസ് ആയിട്ട് പോകുന്നുണ്ട്. ദെൻ അടുത്ത് പറയുന്ന വാട്ടർ ബഡ്ജറ്റ് മെത്തേഡ്, എനർജി ബഡ്ജറ്റ് മെത്തേഡ് എക്സെട്ര യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് എവാപ്പറേഷൻ ലോസ്. എവാപ്പറേഷൻ ലോസസ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത എന്താണ്, ആക്യുറേറ്റ് എസ്റ്റിമേഷൻ ഈസ് ഡൺ ബൈ യൂസിങ് ഡാറ്റ ഫ്രം pan evaporimeter or pans exposed to atmosphere with or without meshing in or near the reservoir site and suitably adjusted. അതായത് എവാപ്പറേഷൻ ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡ്സ് ചെയ്യാൻ കഴിയും. അതിലത്തെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, ദിസ് ആർ ദ എവാപ്പറേഷൻ ലോസ് ഇൻ റിസർവോയർ. അടുത്തത് ഞാൻ പറയാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ഗ്രാവിറ്റി ഡാം. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് ഒരു ഗ്രാവിറ്റി ഡാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, വാട്ടർ പ്രഷർ. വാട്ടറിൻ്റെ, ഒരു ഡാമിലോട്ട് വരുന്ന വാട്ടറിൻ്റെ എന്തുണ്ടാവും, പ്രഷർ ഉണ്ടാവും. ദെൻ സെൽഫ് വെയ്റ്റ്, എന്തുണ്ടാവും, ആ ഡാമിന് തന്നെ ഭൂമിയിലോട്ടൊരു സെൽഫ് വെയ്റ്റ് ഉണ്ടാവും. അടുത്ത അപ്ലിഫ്റ്റ് പ്രഷർ. അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോകുന്നുണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും, അതിനൊരു അപ്ലിഫ്റ്റ് ഫോഴ്സും പോകുന്നുണ്ടാവും. അടുത്ത സിൽറ്റ് പ്രഷർ, എർത്ത് ക്വേക്ക് പ്രഷർ, വേവ് ലോഡ്, സ്നോ ലോഡ്, വിൻഡ് ലോഡ്. ഇത്രയും എന്തുണ്ട്, ഒരു ഗ്രാവിറ്റി ഡാമിൽ ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ? ദെൻ അടുത്തത് ഫെയിലിയർ ഓഫ് ഗ്രാവിറ്റി ഡാം. ഒരു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഗ്രാവിറ്റി ഡാമിൽ എങ്ങനെയൊക്കെ ഫെയിലിയേഴ്സ് സംഭവിക്കാം, ഡ്യൂ ടു ഓവർ ടേണിങ്, ഡ്യൂ ടു ടെൻഷൻ, ഡ്യൂ ടു സ്ലൈഡിങ്, ഡ്യൂ ടു ക്രഷിങ് ഓർ കംപ്രഷൻ. ഓക്കെ, ദീസ് ആർ ദ ഫെയിലിയേഴ്സ് ഓഫ് ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമിലുണ്ടാവുന്ന ഇമ്പോർട്ടൻറ്റ് ഫെയിലിയേഴ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് എലമെൻ്ററി പ്രൊഫൈലാണ്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഈ എലമെൻ്ററി പ്രൊഫൈല് എന്നുള്ളതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫിഗർ വരയ്ക്കുമ്പോൾ എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഞാൻ അത് തിയററ്റിക്കലായിട്ട് എഴുതി വെച്ചിട്ടില്ല, പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കും കൂടെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾ തന്നെ എഴുതുമ്പോൾ, കാരണം ഞാൻ ഈ പറയുന്ന എച്ച് എന്താണ്, ഡി, ഇപ്പോൾ ഇതിൽ കുറേ ലെറ്റേഴ്സ് കണ്ടില്ലേ, എച്ച് എന്താണ്, ഡി എന്താണ്, ഡബ്ല്യു എന്താണ്, ആർ എന്താണ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളായിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എഴുതിയെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണമുള്ളത്. നിങ്ങൾ അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, ഇതിനകത്ത് ഇതാണ് ഒരു ഡാമിൻ്റെ എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി എലമെൻ്ററി പ്രൊഫൈലിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ ഡാം. ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കാണിച്ചേക്കുന്ന എ, ബി, അതുപോലെ തന്നെ ഈ ഡി എന്ന് കാണിച്ചേക്കുന്ന ഇത്രയും പോർഷൻ, ഇതിൽ സി വരുന്നത് ഈ സെൻറ്റർ പോയിൻ്റാണ് കേട്ടോ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഡാം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിച്ചാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ACBD എന്ന് പറയുന്നതാണ് നമ്മളെ ഡാം. ഓക്കെ, അപ്പോൾ ഈ ഡാമിൻ്റെ ടോട്ടൽ ഹൈറ്റാണ് എന്ത്, എച്ച് എന്ന് പറയുന്നത്.
ക്ലിയർ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എച്ച് എന്ന് എഴുതിയിട്ട് അതിന് നേരെ എഴുതുക ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡാം. ഓക്കെ. ദെൻ അടുത്തത് ഡാമിൻ്റെ ബേസ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്, സ്മോൾ ലെറ്റർ ബി. ക്ലിയർ? അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡാമിന് സെൽഫ് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതാണ് ഡബ്ല്യു. ഓക്കെ. ഈ സെൽഫ് വെയ്റ്റിന് പുറമെ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പ്രഷർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പ്രഷർ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്താണ്, ഒരു എലമെൻറ്റ് ഫോം ചെയ്യാണ്. ഇതാ പ്രഷറിൻ്റെ ഇതും ഇതതിൻ്റെ സെൽഫ് വെയ്റ്റും. സ്വാഭാവികമായിട്ടും അതിലൊരു റിസൾട്ടൻ്റ് ഉണ്ടാവില്ലേ, റിസൾട്ടൻ്റ് ഉണ്ടാവും. ആ റിസൾട്ടൻ്റാണ് ഇവിടെ R എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ. ദെൻ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൽഫ് വെയ്റ്റ് വരെ വരുന്ന ആ പോർഷനിലോട്ടുള്ള ഹൈറ്റിന് നമ്മൾ h/3 എന്ന് പറയും. അതേപോലെ തന്നെ ഇത് ടോട്ടൽ B ആയതുകൊണ്ട് സെൽഫ് വെയ്റ്റിലോട്ടുള്ള ഈ ഡിസ്റ്റൻസിനെ നമ്മൾ B/3 എന്ന് പറയും. ക്ലിയർ? കാരണം ഇവിടുന്ന് തൊട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടുന്ന് തൊട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് B/2. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും B/2. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എലമെൻ്ററി പ്രൊഫൈലായിട്ട് നമുക്ക് പറയാനുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എലമെൻ്ററി പ്രൊഫൈൽ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. ഓരോ ഭാഗവും എന്താണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് പറയാൻ പോകുന്നത് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് എ ഡാമാണ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രാക്ടിക്കൽ പ്രൊഫൈൽ അറിയാത്ത ഒരാൾക്ക് ഡാം യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. ഇതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ. പറയാം, നമ്മളെ ഈ ഒരു ഭാഗം, അതായത് ഇപ്പോൾ ഒരു ഡാം ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ സ്ലൈഡിങ് ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ട്രയാങ്കിൾ അല്ല നമ്മളിത് വരുന്നത്. നമ്മൾ എലമെൻ്ററി പ്രൊഫൈൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ചെറിയൊരു ബെൻഡിങ് ഉണ്ടാവും. പിന്നെയാണ് ബി വരുന്നത്. പിന്നെ ഒരു ട്രയാങ്കിൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ട്രയാങ്കിൾ അല്ല, ചെറിയൊരു ടോപ്പ് വിഡ്ത്ത് ഇതിനുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ഡാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡാമിൻ്റെ ഈ ക്രസ്റ്റ് വരുന്ന ട്രയാങ്കിൾ എത്തി നിൽക്കുന്ന ഈ ക്രസ്റ്റ് വരുന്ന ഇത്രയും ഭാഗം വരുന്ന ഡിസ്റ്റൻസിന് സ്മോൾ h എന്ന് പറയാമെന്ന് വിചാരിക്കൂ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വിഡ്ത്ത് നമ്മൾ A എന്നെടുത്തു. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബെൻഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഡിസ്റ്റൻസ് നമ്മൾ എന്താ A/16 എന്നെടുക്കും. അതേപോലെ തന്നെ ആ പോയിൻ്റ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h/√p. P എന്ന് പറയുന്ന പ്രഷറാണ്, H എന്ന് പറയുന്ന ഇതാണ്, P എന്ന് പറയുന്ന പ്രഷർ. B = h/p. ദെൻ ഈ A എന്ന് പറയുന്നതിന്, ഈ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്ന A എന്ന് പറയുന്നതിന് ഒരു ചെറിയ ഫോമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. A = 0.14 h ആണ്. ഈ h എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ. ദെൻ ഇവിടുന്ന് തൊട്ട് ഇതുവരെ വരുന്ന ഭാഗം, ആ ബെൻഡിങ് വരെ വരുന്ന ഭാഗം 3.1 a√p. അതേപോലെ തന്നെ ഈ ബെൻഡിങ് മുതൽ ഇതുവരെ വരുന്ന ഭാഗം 2 a√p. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രൊഫൈൽ. ഇത് നിങ്ങൾ ഓരോന്നും വേറെ വേറെ ഇട്ട് തന്നെ എഴുതിയെടുക്കുക. ഇതൊക്കെ എന്താണ്, ഈ ഭാഗങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ. ഇതാണ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഓഫ് ഡാം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീ ബോർഡ് ആൻഡ് ടോപ്പ് വിഡ്ത്ത് ഓഫ് എ ഡാം. ഫ്രീ ബോർഡ് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മൾ ആ എലമെൻ്ററി പ്രൊഫൈൽ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ് ഫ്രീ ബോർഡ് എന്നുള്ളത് ഇല്ലേ. മീൻ വാട്ടർ ലെവലും നോർമൽ വാട്ടർ ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ പ്രൊഫൈൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ടോപ്പ് വിഡ്ത്ത്, സ്മോൾ എ ടോപ്പ് വിഡ്ത്ത് അല്ലേ, സ്മോൾ എ ടോപ്പ് വിഡ്ത്ത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രാക്ടിക്കൽ കൺസിഡറേഷൻസിൽ വരുന്ന കുറച്ച് ഭാഗങ്ങളാണ് റോഡ് വേ അറ്റ് ടോപ്പ്. എന്തിനാണ് മുകളിൽ ഒരു റോഡ് വേ ഉണ്ടായിട്ടുണ്ടാവുക? റോഡ് വേ ലോഡ് ഡ്യൂ ടു റോഡ് വേ. ഈ റോഡ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇൻസ്പെക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഫ്രീ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ആ ഡിസ്റ്റൻസ് ആണ്, ആ വാട്ടറിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് വരുന്നത്. ടോപ്പ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് എബൌട്ട് 40% ഓഫ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഡാമിൻ്റെ ടോട്ടൽ ഹൈറ്റിൻ്റെ 40% ആണ് നമ്മൾ ടോപ്പ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് വന്നത്, സ്മോൾ a = 0.14 h എന്ന് വന്നത്. ക്ലിയർ ആയോ? ദെൻ അടുത്തത് ഫ്രീ ബോർഡ്. ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിൻ പ്രൊവൈഡഡ് ബിറ്റ്വീൻ KFL ആൻഡ് ടോപ്പ് ഓഫ് ഡാം. അപ്പോൾ നമ്മൾ പറഞ്ഞു
നമ്മളെ മീൻ വാട്ടർ ലെവലും നോർമൽ വാട്ടർ ലെവലും തമ്മിലുള്ള ഡിസ്റ്റൻസ്. പിന്നെന്താണ് പ്രിവെൻറ്റ് വേവ്സ്, അൺഫോർസീൻ ഫ്ലഡ്സ്, പ്രൊവൈഡ് ഈക്വൽ ടു 3/2 ഇൻറ്റു ഹൈറ്റ് ഓഫ് വേവ്സ്. ക്ലിയർ? അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ ഫ്രീ ബോർഡ് ആൻഡ് ടോപ്പ് വിഡ്ത്തിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനുള്ളത്. ദെൻ അടുത്തത് ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ലോ ഡാം ആൻഡ് ഹൈ ഡാം. ഓക്കെ, അപ്പോൾ ഈ ലോ ഡാം ആൻഡ് ഹൈ ഡാം ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളത് എഴുതിയെടുക്കുക. ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കിതിൽ എഴുതി പിടിപ്പിക്കാനുള്ളതും. ഇപ്പോൾ ലോ ഡാം എന്ന് പറഞ്ഞാൽ ലോ ഗ്രാവിറ്റി ഡാമും ഹൈ ഡാം എന്ന് പറഞ്ഞാൽ ഹൈ ഗ്രാവിറ്റി ഡാമുമാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ്, ഇതിലെന്തായിരിക്കും, ഇതായിരിക്കും ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ ലോ ഡാമിൽ എന്താണ് മീൻസ് ഹൈ ഗ്രാവിറ്റി ഡാമിൽ എന്താണ് സംഭവിക്കുന്നത്, ചെറിയൊരു ലോഞ്ചിറ്റ്യൂഡിനൽ പോയിൻറ്റും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഹൈ മാക്സ് എന്ന് പറഞ്ഞാൽ ടി ഡിവൈഡഡ് ബൈ ഡബ്ല്യു. അതേപോലെ തന്നെ ടോട്ടൽ ഹൈറ്റ് ഓഫ് ഡാം എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എച്ച് എന്ന് അങ്ങ് എടുക്കാനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഗ്രാവിറ്റി ഡാമും ഹൈ ഗ്രാവിറ്റി ഡാമും. ദെൻ അടുത്തത് ഡ്രെയിനേജ് ഗാലറി. ഇപ്പം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു എലമെൻ്ററി പ്രൊഫൈൽ പറയുന്ന സമയത്ത് ഗാലറി എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്, അത് ഞാൻ വേറെ സ്ലൈഡിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രെയിനേജ് ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു ഓപ്പണിംഗ് ആണത്. അപ്പോൾ അതെന്തിനാണ്, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗാലറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രെയിനേജ് ഗാലറി ഈസ് എ ഗാലറി എക്സ്റ്റെൻസ് ഓൺലി, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. Only through the deepest portion of the dam, serving purpose of drilling and draining the downstream portion of the foundation. ഫൗണ്ടേഷൻ്റെ ഡൗൺസ്ട്രീം പോർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡ്രെയിനേജ് ഗാലറി എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ നമ്മൾ ആ ഫിഗർ പറഞ്ഞ സമയത്ത് ഈ ഡ്രെയിനേജ് ഗാലറി എവിടെ വരിക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നില്ലേ നമ്മളെ ഫിഗർ. അപ്പോൾ ഈ ഫിഗറിനകത്ത് നിങ്ങൾ നോക്ക്, ഈ ഫിഗറിനകത്ത് ഇത് കണ്ടോ, ഇവിടെയല്ലേ ഗാലറി വന്നേക്കണത്. അപ്പോൾ ഈ ഡ്രെയിനേജ് ഗാലറി കൊടുക്കുന്നത് എന്തിനാണ്, നമ്മൾ അതിനകത്തുള്ള ഇൻസ്പെക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുത്തേക്കണത്, ഡ്രെയിനേജ് ഗാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്പിൽവേസിനെ കുറിച്ചാണ്. ഒരു ഡാമിൻ്റെ സ്പിൽവേ എന്ന് പറയുന്നത് വാട്ടർ ഓവർഫ്ലോ ചെയ്യുന്ന ആ പോർഷനെയാണ് നമ്മൾ സ്പിൽവേ എന്ന് പറയുന്നത്. അത് ഫ്രീ ഓവർഫ്ലോ ഉണ്ട്, ഓവർഫ്ലോ ഉണ്ട്, അതുപോലെ ഷൂട്ടുണ്ട്, സൈഡ് ചാനൽ, ഷാഫ്റ്റ്, ടണൽ, സൈഫൺ, സ്പിൽവേ. ജസ്റ്റ് പേരുകൾ അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല. എന്താണ് സ്പിൽവേ, ആ സ്പിൽവേൻ്റെ കുറച്ച് ടൈപ്പുകൾ, കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പേരുകൾ മാത്രം ഇത് പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ഫ്രീ ഓവർഫോൾ സ്പിൽവേൻ്റെ ഫിഗറാണ് കാണിച്ചത്. ഫിഗർ വരയ്ക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വരച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു പോർഷനാണ്, അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റി ഡാമാണ് എർത്ത് ഡാം എന്ന് പറയുന്നത്. എർത്ത് ഡാം അത് ഏറ്റവും ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് ഡാമാണ് എർത്തേൺ ഡാം എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡാമും എർത്ത് ഡാം തന്നെയാണ്. Okay, they are always most economical type that can be constructed on soil foundations. Soil foundationsലാണ് നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ എർത്ത് ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് യൂസിങ് ലോക്കലി അവൈലബിൾ സോയിൽസ്. ഇത് നമുക്ക് എന്ത് ചെയ്യും, ലോക്കലി അവൈലബിൾ സോയിൽസിൽ യൂസ് ചെയ്യാൻ കഴിയും. അടുത്തത് നോ സ്പെഷ്യൽ ഫൗണ്ടേഷൻ റിക്വയർഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദി ഡാംസ്. ചില സമയത്ത് നമുക്ക് എർത്ത് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പോൾ ഉള്ള ഫൗണ്ടേഷൻസിൽ തന്നെ, പാറക്കെട്ടുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എർത്ത് ഡാംസ് ഉണ്ടാക്കാൻ കഴിയും. അടുത്ത സ്കിൽഡ് ലേബർ ഈസ് നോട്ട് റിക്വയർഡ്. നമുക്ക് സ്കിൽഡ് ലേബേഴ്സ് വേണമെന്നില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്, എർത്ത് ഡാമിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. അടുത്ത എന്താണ്, മോഡേൺ എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കൺസ്ട്രക്ട് സച്ച് ടൈപ്പ് ഓഫ് ഡാം. അപ്പോൾ മോഡേൺ എർത്ത് മൂവിങ് എക്യുപ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എർത്തേൺ ഡാംസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതൊരു എർത്തേൺ ഡാമിൻ്റെ ഫിഗറാണ്, ശ്രദ്ധിക്കുക, ഇത് വരച്ച് പഠിക്കുക കേട്ടോ. ഇതൊരു എർത്തേൺ ഡാമിൻ്റെ ഫിഗറാണ്. ഇതാണ് ഇതിൻ്റെ ക്രസ്റ്റ് വിഡ്ത്ത്. ദെൻ അടുത്തത് ഇത് ഡൗൺ സ്ട്രീം സ്ലോപ്പ്, ഇത് അപ്പ് സ്ട്രീം സ്ലോപ്പ്. ഓക്കെ, ഇത് ടോ എന്നുള്ള ഭാഗമാണ്, ഇത് ഒറിജിനൽ ഗ്രൗണ്ട് ലെവലാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം നെറ്റ് ഫ്രീ ബോർഡാണ്, ഫ്ലഡ് ഡിസ്ചാർജ് ഉണ്ട്, അതേപോലെ തന്നെ ഡിസൈൻ ഫ്ലഡ് ലെവലുണ്ട്, നോർമൽ വാട്ടർ ലെവലുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് സൗണ്ടിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ ഒട്ടും കേൾക്കുന്നില്ല, മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക കേട്ടോ, വീഡിയോ കണ്ടതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ പോർഷനകത്ത് ഇത്രയും ഭാഗം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത്രയും ഭാഗം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രസ്റ്റ് വിടത്തിലെ കോറും കോർ ട്രഞ്ചും ഒക്കെയാണ് വരുന്നത്. അതായത് നമ്മൾ എർത്ത് ഡാമിൽ നമ്മൾ ഒരു ഫൗണ്ടേഷനായിട്ട് കൊടുക്കൂലേ, താഴത്തോട്ട് കൊടുക്കൂലേ, ആ ഭാഗമാണ് ഈ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇംപെർവിയസ് ഫൗണ്ടേഷൻ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് മുകളിലോട്ടാണ് ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ വരിക. ഓക്കെ, ദെൻ അടുത്തത് നമ്മളിപ്പോൾ ഒരു എർത്ത് ഡാമിൻ്റെ ഒരു റിയലിസ്റ്റിക് ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു എർത്ത് ഡാമാണ്. ഇതായിരിക്കും ഇതിൻ്റെ ക്രസ്റ്റ് വിടുത്ത് വരുന്നത്. നമ്മൾ ആ ഫിഗറും മേലത്തെ ഫിഗറും ഇത് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് അതിൻ്റെ അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ആയിട്ടുള്ള രണ്ട് സൈഡ്സ് സ്പിൽവേസ് ഒക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനൊരു പോളിഗൺ ഷേപ്പിലാണ് ഈ എർത്ത് ഡാം വരിക. ദേ ആർ ട്രപ്പിസോഡൽ ഇൻ ഷേപ്പ്. Okay, earth dams are constructed where the foundation or the underlying material rocks are weak to support the masonry dam. അപ്പോൾ മേസൺറി ഡാമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത് വീക്കായിരിക്കും. അതേപോലെ തന്നെ സ്യൂട്ടബിൾ കോമ്പിറ്റൻറ്റ് റോക്സ് ആർ അറ്റ് ഗ്രേറ്റർ ഡെപ്ത്. ദെൻ earthen dams are relatively smaller in height and broad at the base. ഓക്കെ, അപ്പോൾ ബേസിൽ ബ്രോഡായിട്ടായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ഹൈറ്റിൽ റിലേറ്റീവ്ലി സ്മോളർ ഇൻ ഹൈറ്റ്. കണ്ടോ, ഇതിൻ്റെ മേൽഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ വീതി കുറവാണെങ്കിലും താഴേക്ക് അത്യാവശ്യം നല്ല വീതിയിലല്ലേ വരുന്നത്. അതാണ് എർത്ത് ഡാമിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്ത സൈറ്റ് സെലക്ഷൻ ഓഫ് എർത്ത് ഡാം. ഒരു എർത്ത് ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സൈറ്റ് സെലക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് ടോപ്പോഗ്രഫി. എ വൈഡ് വാലി വിത്ത് ഡീപ്പ് ഓവർബേർഡൻ. ഒരു വൈഡ് വാലി വിത്ത് ഡീപ്പ് ഓവർബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈഡ് വാലി ആയിരിക്കണം. കാരണം എന്താണ്, അതിൻ്റെ താഴ്ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ വിസ്തൃതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്യേണ്ട ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ വൈഡ് വാലി വേണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ജിയോളജി ആൻഡ് ഫൗണ്ടേഷൻ കണ്ടീഷൻ. ഗ്രാവൽ ഫൗണ്ടേഷൻസ് ഉണ്ടാവും ഇഫ് വെൽ കോമ്പാക്റ്റഡ് ഇൻ സ്യൂട്ടബിൾ ഫോർ എർത്ത് ഡാം. പിന്നെ സിൽറ്റ് ഓർ ഫൈൻ സാൻഡ് ഫൗണ്ടേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ എർത്ത് ഡാംസ്. അടുത്തത് മെറ്റീരിയൽ അവൈലബിലിറ്റി, ദെൻ എൻവയോൺമെൻറ്റൽ കൺസിഡറേഷൻ, എക്കോണമി. സാധാരണ ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സൈറ്റ് സെലക്ഷൻ ഫാക്ടേഴ്സ് തന്നെയാണ് എർത്ത് ഡാമിലും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കോസസ് ഓഫ് ഫെയിലിയർ ഓഫ് എർത്ത് ഡാം. ഒരു എർത്ത് ഡാമിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാൻ എന്തൊക്കെയാണ് കാരണം? ഹൈഡ്രോളിക് ഫെയിലിയേഴ്സ് ഉണ്ട്, സീപ്പേജ് ഫെയിലിയർ ഉണ്ട്, സ്ട്രക്ചറൽ ഫെയിലിയർ ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഹൈഡ്രോളിക് ഫെയിലിയേഴ്സ്? ഓവർ ടോപ്പിംഗ്, പിന്നെ ഇറോഷൻ ഓഫ് അപ്സ്ട്രീം, ദെൻ ടോ ഇറോഷൻ. ഇപ്പോൾ ഓവർ ടോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് പോർഷനിൽ വരുന്ന ഒരു ഫെയിലിയറാണ്. ഇറോഷൻ ഓഫ് അപ്സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം സൈഡ് ഇറോഡഡ് ആവുക, അതായത് അവിടെ തീരുമാനം സംഭവിക്കുക. ദെൻ ടോ ഇറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴ്ഭാഗത്തിനാണ് നമ്മൾ ടോ എന്ന് പറയുന്നത്. ടെൻഷൻ സോണാണ് ഈ ടോ. അപ്പോൾ ഈ ടോൻ്റെ ഭാഗത്ത് ഇറോഷൻ സംഭവിക്കുക. ദെൻ സീപ്പേജ് ഫെയിലിയർ, പൈപ്പിംഗ് ഉണ്ടാവും, സ്ലഫിങ് ഉണ്ടാവും. ദെൻ അടുത്ത എന്താണ്? സ്ട്രക്ചറൽ ഫെയിലിയർ. ആ സ്ട്രക്ചർ കൺസ്ട്രക്റ്റ് ചെയ്ത ശേഷം സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ഫെയിലിയേഴ്സിനെയാണ് സ്ട്രക്ചറൽ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സ്ലോ ഫെയിലിയർ ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് പോർ പ്രഷർ. അടുത്ത എന്താണ്? അപ്സ്ട്രീം സ്ലോ ഫെയിലിയർ ഡ്യൂറിങ് സഡൻ ഡ്രോ ഡൗൺ കൊണ്ട് അപ്സ്ട്രീം സൈഡിൽ ഉണ്ടാവുന്ന ഫെയിലിയർ. അടുത്തെന്താണ്? ഡൗൺ സ്ട്രീം സ്ലോപ്പ് സ്ലൈഡ് ഡ്യൂറിങ് ഫുൾ റിസർവോയർ കണ്ടീഷൻ. ഫുള്ള് റിസർവോയർ കണ്ടീഷനിലാവുമ്പോൾ ഉള്ള ഡൗൺ സ്ട്രീം സ്ലോപ്പ് സ്ലൈഡിലെയാണ് മറ്റൊരു സ്ട്രക്ചറൽ ഫെയിലിയർ എന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ്? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡാം? 40% of world food production comes from irrigated farming out, which 16% is contributed due to dam. ഇപ്പോൾ നമ്മളെ വേൾഡ് ഫുഡ് പ്രൊഡക്ഷൻ്റെ 40% ഇറിഗേഷനിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡാംസാണ്. ഓക്കെ, then 30 to 40% of 268 million hectares of irrigated land is watered from dams. അപ്പോൾ ഒരു 30-40% വരെ ഉള്ള 268 മില്യൺ ഹെക്ടേഴ്സ് ഇറിഗേഷൻ ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഡാമിൻ്റെ ഒരു അവൈലബിലിറ്റി കൊണ്ടാണ്. അടുത്ത എന്താണ്? 19% ഓഫ് വേൾഡ് എനർജി കംസ് ഫ്രം ഹൈഡ്രോ ഇലക്ട്രിക് പവർ. അല്ലേ, നമുക്ക് ഇലക്ട്രിസിറ്റി ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഡാംസ് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാം. അപ്പോൾ ഡാം കൊണ്ട് അഡ്വാൻറ്റേജ് മാത്രമല്ല, കുറച്ച് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. എന്താണ്? ഫ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ഡാമുകൾ കൂടുതൽ കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തും. അപ്പോൾ എങ്ങാനും ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ അതൊരു
ഫ്ലഡിന് കാരണമാകും. ഓക്കെ, അടുത്ത നോട്ട് എക്കണോമിക്കൽ. എപ്പോഴും ഇപ്പോൾ ഒരു അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് ഡാം കൊണ്ടെന്ന് വിചാരിച്ചിട്ട് ഡാം ഒരുപാട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അത് നമുക്ക് നോട്ട് എക്കണോമിക്കലാണ്. അത്ര എക്കണോമിക്കലായിട്ടുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ കുറേ ടൈം പോകും അതുമ്മേ. പിന്നെ കൾച്ചറൽ ഡാമേജ്, ദെൻ ലോസ് ഓഫ് ഫോറസ്റ്റ്. കാരണം നമ്മൾ ഫോറസ്റ്റിലാണ് സാധാരണയായി ഡാംസ് കൺസ്ട്രക്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ലോസ് ഓഫ് ഫോറസ്റ്റ് സംഭവിക്കും. അടുത്ത വൈൽഡ് ലൈഫ് ഹാബിറ്റ്, ഡീഗ്രഡേഷൻ ഓഫ് അപ്സ്ട്രീം ക്യാച്ച്മെൻറ്റ്. അടുത്തത് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിവേഴ്സ്. അപ്പോൾ എന്താണ് റിവേഴ്സിൻ്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനും ഫ്രാഗ്മെൻറ്റേഷനും ഒക്കെ സംഭവിക്കുന്നത് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ കൊണ്ടാണ്. അടുത്ത എന്താണ് ഡിസ്ട്രപ്ഷൻ ഓഫ് ഫിഷിംഗ് ആൻഡ് വാട്ടർ വേ ട്രാഫിക്. നമുക്ക് ഫിഷിങ്ങിനെയും അതേപോലെ തന്നെ വാട്ടർ വേ ട്രാഫിക്കിനൊക്കെ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ ബാധിക്കും. കാരണം ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പിന്നെ ഒരു ട്രാൻസ്പോർട്ടേഷനും നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്റ്റോറേജ് ഹെഡ് വർക്ക്സിൽ ഡാംസിന് നമ്മൾ തരാൻ കഴിയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.